നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് പോകുന്ന ടൈമിലാണെങ്കിൽ നമ്മളുടെ കൂടെ ആരുമില്ല, എന്തെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്, എന്തൊക്കെ വാങ്ങിക്കണം, ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോകും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. ലൈക്ക് എപ്പോഴും നമ്മളാണത് മെയിൻ അട്രാക്ഷൻ. എല്ലാവരുടെ ഇടയിലും എല്ലാവരും നമ്മളെ ആയിരിക്കും ശ്രദ്ധിക്കണേ എന്നുള്ള ഒരു കോൺഷ്യസ് മൈൻഡ് വരും. അപ്പോൾ നമുക്ക് കുറേ ഒന്നും എൻജോയ് ചെയ്യാനുള്ളൊരു ഇത് വരില്ല. പിന്നെ നമ്മളുടെ ബ്രെയിൻ എപ്പോഴും കോൺസ്റ്റൻ്റ്ലി വർക്കിംഗ് ആയിരിക്കും, എന്നാരെങ്കിലും നോക്കുന്നുണ്ടോ. ഒറ്റയ്ക്ക് അത് കാരണം ഞാനിപ്പോൾ എൻ്റെ കാര്യമാണ് പറയണത്. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് വന്നാൽ പോലും എനിക്ക് പാനിക്കായിട്ട് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ലോങ്കറായിട്ട് ടിക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ടൈം എടുത്ത് തന്നെ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല, കോൺഫിഡൻസ് ഞാൻ തന്നെ ഉണ്ടാക്കി ഇറങ്ങിയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരിക്കലും ഭയങ്കര ഈസി ആൻഡ് റൊമാൻറ്റിസൈസ് ആയിട്ട് ചെയ്യണ കാര്യമില്ല. ഓഫ് കോഴ്സ് വിത്ത് ടൈം ഇപ്പോൾ എനിക്കെല്ലാം ഓക്കെയാണ്, അല്ലെങ്കിൽ ഒരു 75% എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഞാനും കുറേ സഫർ ചെയ്തൊരു സിറ്റുവേഷനാണ് ഹാൻഡിലിങ് തിങ്സ് അലോൺ, അല്ലെങ്കിൽ ഗീവ് എ സെൽഫ് ടൈം എന്ന് പറയുന്നത്.